ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എൻട്രൻസ് ക്ലാസ്, കെമിസ്ട്രിയുടെ എൻട്രൻസ് ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് +1 ഒന്നാമത്തെ ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ അധിക കുട്ടികളും +2 കോഴ്സിന് സയൻസ് എടുക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട എയിമുകളിൽ ഒന്ന് നീറ്റ് എക്സാം, അതേപോലെ JEE അത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കേസ്, നമ്മളിപ്പോൾ ഏത് എക്സാം ആയാലും, മെഡിക്കലിൻ്റെ എൻട്രൻസ് എക്സാം ആയാലും എൻജിനീയറിംഗ് മേഖലയിലേക്കുള്ള എൻട്രൻസ് എക്സാമുകളായാലും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ നീറ്റ് എഴുതുകയാണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയാണ് ഉണ്ടാവുക. അതേസമയം എൻജിനീയറിംഗ് എൻട്രൻസുകളാണെങ്കിലോ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഉണ്ടാവും. അപ്പോൾ കെമിസ്ട്രി എന്തായാലും നമ്മളുടെ പിന്നാലുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് തന്നെ നമ്മളതിനെ കാണാം. പിന്നെ എൻട്രൻസ് എക്സാമുകളുടെ സാധാരണ ഒരു 180 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഇപ്പം നീറ്റ് എക്സാമൊക്കെ ആണെങ്കിൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 180 ക്വസ്റ്റ്യൻ. അതിൽ നീറ്റ് എക്സാം ആണെങ്കിൽ 90 ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നാണ്. ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജിയും ബോട്ടണിയും കൂടെ വരും. 90 ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്ന് വരും. ഒരു 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നുണ്ടാവും. ഫിസിക്സിൽ നിന്ന് ഒരു 45 ക്വസ്റ്റ്യൻ, അതേപോലെ കെമിസ്ട്രിയിൽ നിന്ന് ഒരു 45 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഉണ്ടായിരിക്കും. അവർ 90 ക്വസ്റ്റ്യൻ ഫ്രം ബയോളജി, 45 ഫിസിക്സ് ആൻഡ് 45 ഫ്രം കെമിസ്ട്രി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആണെങ്കിൽ എന്ത് ചെയ്യും? 4 മാർക്ക് കിട്ടും. തെറ്റിക്കഴിഞ്ഞാൽ -, മാർക്ക് ഉണ്ടായിരിക്കും, നെഗറ്റീവ് മാർക്ക് വരും. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 മാർക്ക്, അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് പിന്നെ കെമിസ്ട്രിയിലെ 45 മാർക്കിന് +1ലെയും +2ലെയും കൂടെ ടോട്ടൽ 30 ചാപ്റ്റർ ഉണ്ട്. ഈ 30 ചാപ്റ്ററിൽ നിന്നുമായിട്ടാണ് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് ചാപ്റ്ററായ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് 1 അല്ലെങ്കിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണെന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ എൻട്രൻസ് ക്ലാസ് ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു പേനയൊക്കെ ഉണ്ടായിരിക്കണം. എന്നിട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. കാരണം നിങ്ങൾ തിയറി പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് സ്റ്റെപ്പുകളൊക്കെ വേഗത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 മോൾ CH4 കണ്ടെയ്ൻ, 1 മോൾ മീഥെയ്ൻ. CH4 എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ. അതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ 1 6.02 × 10⁻23 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. 6.02 × 10⁻23 എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ് അല്ലേ? 1 മോളിന് ഇക്വലൻ്റ് ആണെന്ത്? അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇവർ പറഞ്ഞത് 1 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ 4 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ, 4 ഗ്രാം ആറ്റം ഹൈഡ്രജൻ ഉണ്ട്. തേർഡ് വൺ 1.8 × 10⁻23 മോളിക്യൂൾസ് ഓഫ് CH4. ഫോർത്ത് വൺ 3 ഗ്രാം ഓഫ് കാർബൺ. ഇങ്ങനെ 4 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, 1 മോൾ CH4 എന്ന് പറയുമ്പോൾ അവിടെ എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട്? നോക്ക്, 1 മോൾ CH4. 1 മോൾ CH4 എടുത്താൽ അതിൽ 4 മോൾ ഹൈഡ്രജൻ ഉണ്ട്. 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മോൾ ഹൈഡ്രജൻ. ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ് അല്ലേ? ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിട്ടെടുത്താൽ അത് 1 മോളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മോൾ ഈസ് ഈക്വലൻ്റ് ടു ഗ്രാം അറ്റോമിക് മാസ്. അത് സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആയതുകൊണ്ട് 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ അത് 1 മോളാണ്. 1 ഗ്രാം ഹൈഡ്രജൻ 1 മോൾ. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്താലോ 4 മോളല്ലേ വരിക? 4 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ 4 മോൾ. അതായത് 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അത് 1 മോളാണ്. 1 മോൾ CH4-ൽ 4 മോൾ ഹൈഡ്രജൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4 മോൾ കിട്ടണമെങ്കിൽ ഇവിടെ എത്ര ഗ്രാം വേണം? 1 ഗ്രാം ഹൈഡ്രജൻ 1 മോൾ. സോ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? 4 മോളാണ്. സോ അവർ ഓപ്ഷൻ 2, 4 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ. 4 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് 4 മോൾ ഹൈഡ്രജൻ ഈക്വൽ ആണ് 1 മോൾ CH4ൽ എന്തുണ്ട്? 4 മോൾ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7.5 gram of a gas occupy 5.6 liter of volume at STP. Then the gas is. അതായത് ഒരു ഗ്യാസ് 7.5 gram ഗ്യാസ്, ഒരു വാതകം, അത് ഒക്യുപ്പൈ ചെയ്യാൻ 5.6 ലിറ്റർ വോളിയം വേണം STPയിൽ. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് ഏതായിരിക്കും? ഓപ്ഷൻ 1 NO, ഓപ്ഷൻ 2 N2O, ഓപ്ഷൻ 3 CO, ഓപ്ഷൻ 4 CO2. 4 ഓപ്ഷൻ ഉണ്ട്. നമ്മളെങ്ങനെ ചെയ്യുക? അതായത് നമ്മൾ ഈ ലിറ്ററും ഈ ഗ്രാമും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു മോളിക്കുലാർ മാസിലേക്ക് എത്തും. ആ മോളിക്കുലാർ മാസ് ഇതിലേത് കോമ്പൗണ്ടിനാണ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ഏതിനാണോ ആ മോളിക്കുലാർ മാസ് വരുന്നത് അതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 7.5 gram ഓഫ് എ ഗ്യാസ് occupy 5.6 liter of volume at STP. Then the gas is. ശ്രദ്ധിക്കേണ്ടത് 7.5 gram of a gas occupy 5.6 liter volume അല്ലേ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 5.6 ലിറ്റർ ഓഫ് ഗ്യാസിൻ്റെ മാസ് എത്രയാണ്? 5.6 ലിറ്റർ ഓഫ് ഗ്യാസിൻ്റെ മാസ് 7.5 gram. നോക്ക്, 5.6 ലിറ്റർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു 7.5 gram. ഓക്കെ, 5.6 ലിറ്റർ ഗ്യാസ് എടുത്താൽ അതിൻ്റെ മാസ് എത്രയാണ്? 7.5 gram ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ STP നമ്മളെപ്പോഴും പറയൽ 22.4 ലിറ്റർ 1 മോൾ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് എത്രയായിരിക്കും? നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ 1 ലിറ്റർ എടുക്കുക വിചാരിക്കാം. 1 ലിറ്റർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു എന്താ വരിക? 7.5 ബൈ ഈ 5.6 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 5.6 ഇൻറ്റു ദിസ് 1, അത്രയും ഗ്രാം എന്ന് കിട്ടും. 1 ലിറ്റർ ഓഫ് ഗ്യാസ് ആണെങ്കിൽ 7.5 ബൈ 5.6 ഇൻറ്റു 1 ഗ്രാം. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 22.4 ലിറ്ററാണ്. അപ്പോൾ 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു 7.5 ബൈ 5.6 ഇൻറ്റു 1 ലിറ്റർ ആയപ്പോൾ ഇൻറ്റു 1 കൊടുത്തു. അപ്പോൾ ഇൻറ്റു 22.4. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 7.5 ബൈ 5.6 ഇൻറ്റു 22.4 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ വി ഗെറ്റ് 30 ഗ്രാം എന്ന് കിട്ടും. അപ്പം ഇനി നോക്ക്, 30 ഗ്രാം എന്നുള്ളത് ആരെ മോളിക്കുലാർ മാസാണ്? നോക്ക്, NO നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, ഓക്സിജൻ 16. അപ്പോൾ 14 + 16 എത്രയാണ്? 30 ഗ്രാം. സോ ഹിയർ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. പിന്നെ N2O, CO2 ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനൊന്നും നമുക്ക് ആൻസർ എന്ത് കിട്ടില്ല? 30 ഗ്രാം കിട്ടൂല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആൻസർ NO എന്നായിട്ട് മാറി. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന വോളിയം ലിറ്ററിലുള്ളത് അത് എത്ര ഗ്രാമാണ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 മോൾ എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ ആണല്ലോ. അപ്പോൾ 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് ഉള്ളത് എത്ര വെയിറ്റ് നോക്കുക. ആ വെയിറ്റ് അതൊരു മോളിക്കുലാർ മാസാണ്. അത് ഏത് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അവർ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 1 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP weigh 1.16 gram. It can possible be option 1 C2H2, option 2 CO, option 3 O2, option 4 CH4.
അത് 1 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP. 1 ലിറ്റർ ഓഫ് ഗ്യാസിൻ്റെ വെയിറ്റ് എത്രയാണ്? 1.16 ഗ്രാം. 1 ലിറ്റർ ഗ്യാസിൻ്റെ വെയിറ്റ് 1.16 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും ആ ഗ്യാസ്? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1 ലിറ്റർ ഓഫ് എ ഗ്യാസ് വെയിറ്റ് എത്രയാ? 1.16 ഗ്രാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മോൾ എന്നുള്ളത് എത്രയാണ്? 22.4 ലിറ്റർ അല്ലേ? അപ്പോൾ 22.4 ലിറ്റർ ഓഫ് എ ഗ്യാസ്, അതിൻ്റെ വെയിറ്റ് എത്രയാ? 1 ലിറ്ററിൻ്റെ വെയിറ്റ് 1.16 ഗ്രാം. അപ്പോൾ 22.4 ലിറ്ററിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 1.16 ഇൻറ്റു 22.4. 1.16 ഇൻറ്റു 22.4. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 26 എന്ന് കിട്ടും. 1.16 ഇൻറ്റു 22.4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് 25.6 ആ റേഞ്ച് കിട്ടും. റൗണ്ട് ചെയ്യുമ്പോൾ 26 എന്നെടുക്കാം. അപ്പോൾ 26 എന്നുള്ള മോളിക്കുലാർ മാസ് ഈ കൂട്ടത്തിൽ ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്, ഹൈഡ്രജന് 1 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ കാർബൺ നോക്കാം. 2 കാർബൺ, അത് 22 ഇൻറ്റു 2 12 ഇൻറ്റു 2 24 പ്ലസ് 2 ഹൈഡ്രജൻ ഓരോന്ന് വീതം, അത് 24 പ്ലസ് 2 26. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ശ്രദ്ധിക്കേണ്ടത് 1 ലിറ്റർ ഗ്യാസിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 1.16 ഗ്രാം. അപ്പോൾ ഒരു മോളിൻ്റെ വെയിറ്റ് എത്രയാണ് നോക്കാം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ലിറ്റർ ഓഫ് ഗ്യാസിൻ്റെ വെയിറ്റ് 1.16 ഇൻറ്റു 22.4. ദാറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു 26. 26 ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് C2H2. C2H2ൻ്റെ മോളിക്കുലാർ മാസാണത് 26. ഓക്കെ. ദെൻ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ. The vapor density of a gas is 11.2. വേപ്പർ ഡെൻസിറ്റി 11.2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വേപ്പർ ഡെൻസിറ്റിയും മോളിക്കുലാർ മാസും തമ്മിലുള്ള റിലേഷൻ എന്താ? മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 11.2 ഗ്രാം ഓഫ് ദ ഗ്യാസ് അറ്റ് STP വിൽ ബി. അങ്ങനെയാണെങ്കിൽ 11.2 ഗ്രാം ഓഫ് ഗ്യാസ് എടുത്താൽ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? അതാണ് ചോദ്യം. ഓപ്ഷൻ 1 11.2 ലിറ്റർ, ഓപ്ഷൻ 2 22.4 ലിറ്റർ, ഓപ്ഷൻ 3 1 ലിറ്റർ, ഓപ്ഷൻ 4 44.8 ലിറ്റർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് വേപ്പർ ഡെൻസിറ്റി 11.2. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റനിൽ വേപ്പർ ഡെൻസിറ്റി 11.2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോളിക്കുലാർ മാസ് എത്ര വരിക? മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു 11.2, ദാറ്റ് ഈസ് 22.4. മോളിക്കുലാർ മാസ് ഈസ് 2 ഇൻറ്റു 11.2, ദാറ്റ് ഈസ് 22.4 ഗ്രാം എന്ന് വരും. മോളിക്കുലാർ മാസാണ് 2 ഇൻറ്റു 11.2, 22.4 ഗ്രാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് മനസ്സിലാക്കണം? വോളിയം ഒക്യുപ്പൈഡ് ബൈ 11.2 ഗ്രാം ഓഫ് ഗ്യാസ് അറ്റ് STP വിൽ ബി. എങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്ക് 22.4 ഗ്രാം ഉണ്ടെങ്കിൽ അത് മോളിക്കുലാർ മാസ് ആണല്ലോ. അത്രയും ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോളിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 22.4 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. കാരണം ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 22.4 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റുക 22.4 ഗ്രാം ഓഫ് എ ഗ്യാസ്, 22.4 ഗ്രാം ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു എത്ര ലിറ്ററാണ്? 22.4 ലിറ്റർ അറ്റ് STP. 22.4 ലിറ്റർ അറ്റ് STP. നമുക്ക് വേണ്ടത് 11.2 ഗ്രാം ഉണ്ടെങ്കിൽ എത്ര വോളിയം എന്ന് കാണലാണ്. നോക്ക്, ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് 1 ഗ്രാം ആണെന്ന് വിചാരിക്കും. 1 ഗ്രാമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 ഗ്രാം ഗ്യാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 22.4 ബൈ 22.4 വരില്ലേ?
അതായത് 22.4 ബൈ ഈ സാധനം എന്ത് ചെയ്യുക, ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും 22.4 ഇൻറ്റു 1 ഗ്രാം ആണ്, അപ്പോൾ ഇൻറ്റു 1 ലിറ്റർ അങ്ങനെ വരും. അതായത് 22.4 ഗ്രാം ഗ്യാസ് എടുത്താൽ 1 മോളിന് ഇക്വലൻ്റ് ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. അങ്ങനെ വരുമ്പോൾ 1 ഗ്രാം ഗ്യാസ് എടുക്കുകയാണെങ്കിൽ 22.4 ബൈ 22.4 ഇൻറ്റു 1 ലിറ്റർ. ക്വസ്റ്റനിൽ 11.2 ഗ്രാം ആണുള്ളത്. സോ ഹിയർ 11.2 ഗ്രാം ഓഫ് ഗ്യാസ് ഈക്വൽ ടു 22.4 ബൈ 22.4 ഇൻറ്റു 11.2 ഇൻറ്റു 11.2 അത്രയും ലിറ്റർ. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയാൽ ലാസ്റ്റ് ആൻസർ എന്താ, 11.2 ലിറ്റർ എന്ന് കിട്ടും. 11.2 ലിറ്റർ. അപ്പോൾ നമ്മളെ ഓപ്ഷൻ ഏതാ, 11.2 ലിറ്റർ ഈസ് ഓപ്ഷൻ 1, 11.2 ലിറ്റർ. ഓക്കെ, ദെൻ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇഫ് NA ഈസ് അവഗാഡ്രോ നമ്പർ. NA അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ 4.2 ഗ്രാം നൈട്രൈഡ് അയോൺ N3 മൈനസ്. N3 മൈനസ് ഉള്ളതിൽ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? N3 മൈനസ് എത്ര ഉണ്ട്? 4.2 ഗ്രാം N3 മൈനസിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ 1 2.4 NA, ഓപ്ഷൻ 2 4.2 NA, ഓപ്ഷൻ 3 1.6 NA, ഓപ്ഷൻ 4 3.2 NA. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കി, NA അവഗാഡ്രോ നമ്പർ ആണ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ 4.2 ഗ്രാം നൈട്രൈഡ് അയോൺ. നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. അതുകൊണ്ട് നമ്മൾ 14 ഗ്രാം N3 മൈനസ് അയോൺ എടുക്കാം. 14 ഗ്രാം N3 മൈനസ് അയോൺ എടുത്താൽ അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? നോക്ക്, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 2 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് 5 ഇലക്ട്രോൺ ഇല്ലേ? N3 മൈനസ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോണിനും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ 5നോട് കൂടെ നമ്മൾ 3ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി? 8 ഇലക്ട്രോണായി. അപ്പോൾ 14 ഗ്രാം N3 മൈനസ് എടുത്താൽ അവിടെ 8 മോൾ ഇലക്ട്രോൺ ഉണ്ട്. 8 എണ്ണം ഇലക്ട്രോൺ അല്ല, 8 മോൾ ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 8 NA വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ ആണ് ഈ പറഞ്ഞത്. 8 NA വാലൻസ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 4.2 ഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ 4.2 ഗ്രാം എടുത്താൽ എന്താ കിട്ടുക? 4.2 ഗ്രാം N3 മൈനസ് അയോൺസ് എടുത്താൽ നമുക്ക് കിട്ടുക 8 NA ബൈ 14 ഇൻറ്റു ദിസ് വൺ 4.2. 8 NA ബൈ 14 ഇൻറ്റു 4.2. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2.4 NA എന്ന് കിട്ടും. നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 2.4 NA. 2.4 NA. സോ ഏതാ വരിക? ഹിയർ ആൾസോ ഓപ്ഷൻ 1 2.4 NA. ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നൈട്രജൻ ഇപ്പോൾ 14 ഗ്രാം നൈട്രജൻ എടുത്താൽ അത് 1 മോളാണ് അല്ലേ? 1 മോൾ നൈട്രജനാണ്. 14 ഗ്രാം N3 മൈനസ് അയോൺ എടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, N3 മൈനസ് എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? നൈട്രജനിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5 ആണ്. N3 മൈനസ് കിട്ടിയപ്പോഴാണ് 3 ഇലക്ട്രോൺ വാങ്ങുമ്പോഴാണ്. അപ്പോൾ ടോട്ടൽ 8 ആയി. അപ്പോൾ 8 മോൾ വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതാണ് 8 NA വാലൻസ് ഇലക്ട്രോൺ. സോ 4.2 ഗ്രാം N3 മൈനസ് ആകുമ്പോൾ 8 NA by 14 into 4.2. On solving, we get 2.4 NA. Okay. Sixth question. Volume of a gas at STP is 1.12 into 10 raised to minus 7 cc. Calculate the number of molecules in it.
ഒരു ഗ്യാസിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 1.12 ഇൻറ്റു 10⁻⁻⁷ cc എന്നാണ് തന്നിട്ടുള്ളത്. cc എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ. ഓപ്ഷൻ 1 3.01 ഇൻറ്റു 10⁻20. ഓപ്ഷൻ 2 3.01 ഇൻറ്റു 10⁻12. ഓപ്ഷൻ 3 3.01 ഇൻറ്റു 10⁻23. ഓപ്ഷൻ 4 3.01 ഇൻറ്റു 10⁻24. അപ്പോൾ നമ്മൾ 1.12 ഇൻറ്റു 10⁻⁻⁷ cc എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത്, നമുക്കറിയാം 22.4 ലിറ്റർ ആണെങ്കിൽ അത് 1 മോൾ ആയിരിക്കും അല്ലേ, നമുക്കറിയാവുന്നൊരു കേസാണ് 22.4 ലിറ്റർ. അപ്പോൾ അത് cc യൂണിറ്റ്, അതായത് മില്ലി ലിറ്ററിന് ഇക്വലൻ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യണത് 22,400 cc അല്ലേ, ലിറ്ററിനെ മില്ലി ലിറ്റർക്ക് മാറ്റുമ്പോഴേ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 22.4 എന്നുള്ളത് 22,400 എന്നായി. മില്ലി ലിറ്റർ cc-ക്ക് ഇക്വലൻ്റാണ്. അപ്പോൾ 22,400 cc അതെന്തിന് ഇക്വലൻ്റാണ്? 1 മോളിന് ഇക്വലൻ്റാണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? അവഗാഡ്രോ നമ്പർ 6 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. 6.022 ഒക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 6 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് എന്ന് കൊടുക്കാം. 22,400 cc ഈക്വൽ ടു 6 ഇൻറ്റു 10⁻23 മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ 1.12 ഇൻറ്റു 10⁻⁻⁷ cc ആണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ 1.12 ഇൻറ്റു 10⁻⁻⁷ cc ഈക്വൽ ടു എന്താ വരിക? ഇത് ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു ദിസ്, അങ്ങനെയല്ലേ വരിക? നോക്ക്, 6 ഇൻറ്റു 10⁻23. പിന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ നാവും 22,400 ഇൻറ്റു ദിസ് 1.12 ഇൻറ്റു 10⁻⁻⁷. 6 ഇൻറ്റു 10⁻23 ബൈ 22,400 ഇൻറ്റു 1.12 ഇൻറ്റു 10⁻⁻⁷. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 3.01 ഇൻറ്റു 10⁻12 ഇക്വലൻ്റ് ആയ വാല്യൂ ആണ് കിട്ടുക. 3.01 ഇൻറ്റു 10⁻12. സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 2. Then 7th question. The total number of proton in 10 gram calcium carbonate. 10 gram calcium carbonateലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ 1 1.5057 ഇൻറ്റു 10⁻24. ഓപ്ഷൻ 2 2.0478 ഇൻറ്റു 10⁻24. ഓപ്ഷൻ 3 3.0115 ഇൻറ്റു 10⁻24. ഓപ്ഷൻ 4 4.0956 ഇൻറ്റു 10⁻24. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്ക്, കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ കോമ്പൗണ്ട്. കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്ര വരിക? നോക്ക്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 ആണ്, 40 കേട്ടോ, 40. കാർബൺ 12, ഓക്സിജൻ 16, 3 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 16 ഇൻറ്റു 3. സോ നമുക്ക് 100 എന്ന് കിട്ടും. കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എന്ത് കിട്ടും? 100. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 1 മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് അല്ലേ? അപ്പോൾ 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എത്ര മോളാണ്? 1 മോൾ. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6.022 ഇൻറ്റു 10⁻23. 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ 1 മോളാണ്. 1 മോൾ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23. ഞാനതൊന്നും കൂടെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അത്രയും മോളിക്യൂൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുക്കാം.
10 gram കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര മോളിക്യൂളാണ്? ഇത് ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു 10 അല്ലേ, 6 ഇൻറ്റു 10⁻23 ബൈ 100 ഇൻറ്റു 10. അപ്പോൾ 10ഉം ഇതിലത്തെ ഒരു 0 കൂടെ വെട്ടിപ്പോയി. അപ്പോൾ നമുക്കുള്ളത് 6 ഇൻറ്റു 10⁻23 ബൈ 10 ആണ്. ബൈ 10 എന്ന് പറഞ്ഞാൽ 1/10 ആണല്ലോ. അപ്പോൾ 10 കൊണ്ട് അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6 ഇൻറ്റു 10⁻22 മോളിക്യൂൾസ് എന്ന് കിട്ടും. അത് 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 10⁻22 മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് കാണേണ്ടത്. 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റിലെ പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ നോക്ക്, ഒരു കാൽഷ്യം കാർബണേറ്റിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് നോക്കുക. അതേ ഇൻറ്റു ദിസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റിലെ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടും. ഒരു കാൽഷ്യം കാർബണേറ്റിൽ എത്ര പ്രോട്ടോണാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 അല്ലേ, അറ്റോമിക് നമ്പറിൻ്റെ എണ്ണമാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, ഒരു ഓക്സിജൻ 8, അങ്ങനെ 3 ഓക്സിജൻ ഉണ്ട് ഇവിടെ. അപ്പോൾ 8 ഇൻറ്റു 3 24, 24 6 30, 30 20 50. അപ്പോൾ ഒരു കാൽഷ്യം കാർബണേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പ്രോട്ടോൺ ഉണ്ട്. നോക്ക്, ഒരു മോളിക്യൂൾ 1 മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റ് ഈക്വൽ ടു 50 പ്രോട്ടോൺസ്. ഒരു കാൽഷ്യം കാർബണേറ്റിലെ ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റിൽ 50 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇപ്പോൾ എത്ര മോളിക്യൂൾ ഉണ്ട്? 6 ഇൻറ്റു 10⁻22 മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ് വരിക? സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു 50 ഇൻറ്റു 6 ഇൻറ്റു 10⁻22. 50 ഇൻറ്റു 6 ഇൻറ്റു 10⁻22. On solving we get 3.0115 into 0.115 into 10⁻24. 3.0115 into 10⁻24. ശ്രദ്ധിക്കുക, ഈ 0.115 ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അവഗാഡ്രോ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. 6.022 അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ഈ ലെവലിലേക്ക് വരുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഒഴിവാകുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്തായാലും അങ്ങനെ കിട്ടും. ആൻസർ ഒരിക്കലും തൊട്ടടുത്തുള്ളത് തരൂല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നോക്ക്, ഒന്ന് 1.5 ആണ്, മറ്റൊന്ന് 2 ആണ്, ഇവിടെ 3 ആണ്, 4 ആണ്. അപ്പോൾ ഒരിക്കലും ആൻസർ തൊട്ടടുത്തുള്ളതായിട്ട് വരാറില്ല. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് ചെറിയ തൊട്ടടുത്തുള്ള വേരിയേഷനുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നാലും നമുക്ക് ആൻസർ തെറ്റാറില്ല. സോ ഹിയർ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 3. ഓക്കെ, ദെൻ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഇൻ. നമ്പർ ഓഫ് മോളിക്യൂൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ് നമ്പർ ഓഫ് മോളിക്യൂൾ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. Largest number of molecules in 34 gram H2O, 28 gram carbon dioxide, 46 gram CH3OH, 54 gram N2O5. ഇതിലേതിലാണ് മോളിക്യൂളുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ? മോളിക്യൂളുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കാം. 34 gram H2O. നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ 34 gram H2O എന്ന് പറഞ്ഞാൽ 34 ബൈ H2Oയുടെ മോളാർ മാസ് എത്രയാണ്? 18 അല്ലേ. H2Oയുടെ മോളിക്കുലാർ മാസ് 18 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമുക്ക് ഓപ്ഷൻ 2 ചെയ്ത് നോക്കാം. 28 gram കാർബൺ ഡൈ ഓക്സൈഡ്, ഗിവൺ മാസ് 28 ബൈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് 44 ഇൻറ്റു അവഗാഡ്രോ നമ്പർ.
ഓപ്ഷൻ 3 ആണെങ്കിലോ 46 ഗ്രാം CH3OH. 46 ബൈ CH3OHൻ്റെ മോളിക്കുലാർ മാസ് എത്ര? കാർബൺ 12, 3 ഹൈഡ്രജൻ 3, അപ്പോൾ 15, 15ഉം ഒരു ഹൈഡ്രജൻ 16, 16ഉം ഒരു ഓക്സിജൻ, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16, അപ്പോൾ 16, 16ഉം 32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓപ്ഷൻ 4 എടുത്താലോ 54 ഗ്രാം N2O5. അപ്പോൾ 54 ബൈ N2O5ൻ്റെ മോളിക്കുലാർ മാസ്, ഒരു നൈട്രജൻ്റെ മാസ് 14 അപ്പോൾ 2 28, ഒരു ഓക്സിജന് 16 അപ്പോൾ 5 80, അപ്പോൾ 108. 54 ബൈ 108 ഇൻറ്റു N. ഇതിലേതിനാ വലിയ വാല്യൂ കിട്ടുക നോക്കാം. നോക്ക്, ന്യൂമറേറ്ററിൽ വലുതും ഡിനോമിനേറ്ററിൽ ചെറുതാവുമ്പോഴല്ലേ വാല്യൂ വലുതാവുക. അപ്പോൾ നമുക്ക് ഏതിനാ വരിക? 34 ബൈ 18 അല്ലെ, ന്യൂമറേറ്ററിൽ വലുത് ഡിനോമിനേറ്ററിൽ ചെറുത്, അപ്പോഴാണ് വാല്യൂ വലുതാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 1 ആൻസറായിട്ട് വരും. 34 ബൈ 18 ഇൻറ്റു NA. 34 ബൈ 18 ഇൻറ്റു NA. സോ ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആൻസർ. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഒന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടാൻ നോക്കാം. ദെൻ അതല്ലെങ്കിൽ എളുപ്പത്തിന് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന 34 ബൈ 18 എത്ര, 28 ബൈ 44 എത്ര, ഇങ്ങനെയാണ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ വലിയ വാല്യൂ ഏതാണോ അത് ലാർജസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് ഇൻ ബ്രാക്കറ്റ് 80 ഗ്രാം ഓൺ അനാലിസിസ് ഗേവ് കാർബൺ 24 ഗ്രാം, ഹൈഡ്രജൻ 4 ഗ്രാം, ഓക്സിജൻ 32 ഗ്രാം. ഇറ്റ്സ് എംപരിക്കൽ ഫോർമുല ഈസ്. ഒരു കോമ്പൗണ്ട് അതിനെ അനാലിസിസ് ചെയ്തപ്പോൾ കിട്ടിയ എലമെൻറ്റുകളുടെ ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. കാർബൺ 24 ഗ്രാം ഉണ്ട്, ഹൈഡ്രജൻ 4 ഗ്രാം ഉണ്ട്, ഓക്സിജൻ 32 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എംപരിക്കൽ ഫോർമുല എന്തായിരിക്കും? ഓപ്ഷൻ 1 C2H2O2, ഓപ്ഷൻ 2 C2H2O, 3 CH2O2, ഓപ്ഷൻ 4 CH2O. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു കോമ്പൗണ്ടിനെ അനാലിസിസ് നടത്തിയപ്പോൾ കിട്ടിയത് കാർബൺ 24 ഗ്രാം, ഹൈഡ്രജൻ 4 ഗ്രാം, ഓക്സിജൻ 32 ഗ്രാം. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയാൽ കോമ്പൗണ്ടായി. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയായി. നോക്ക്, അപ്പോൾ ഈ കോമ്പൗണ്ട് ഏതായിരിക്കും? 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്? ഒരു കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ 2 കാർബൺ വരുമ്പോഴാണ് എന്ത് കിട്ടുക? 24 ഗ്രാം എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് C2 എന്ന് എടുക്കാം. ഹൈഡ്രജൻ 4 ഗ്രാം വേണമെങ്കിൽ എത്ര എണ്ണം വേണം? 4 ഹൈഡ്രജൻ വേണം, കാരണം ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ഓക്സിജൻ 32 ഗ്രാം വേണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം? 2 ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആകുമ്പോഴാണ് 32 ഗ്രാം ഉണ്ടാവുക. അപ്പോൾ C2H4O2 എന്ന് കിട്ടും. ഇത് മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? എംപരിക്കൽ ഫോർമുല. അപ്പോൾ നോക്ക്, ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം എടുക്കുക. അപ്പോൾ നമ്മൾ ഇത് 2, ഇവിടെ 4, 2 എല്ലാത്തിനും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവരെല്ലാവരും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇല്ല 2/2 1, Hൻ്റെ കേസിൽ 4/2 2, ഓക്സിജൻ്റെ കേസിൽ 2/2 1. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ എംപരിക്കൽ ഫോർമുല CH2O. സോ ഹിയർ ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. എംപരിക്കൽ ഫോർമുല CH2O. ഓക്കെ. 10th question. The empirical formula of an acid is CH2O2. Empirical formula CH2O2 ആണ്. അപ്പോൾ പ്രോബബിൾ മോളിക്കുലാർ ഫോർമുല ഏതായിരിക്കാനാണ് സാധ്യത? ഓപ്ഷൻ 1 CH2O, 2 CH2O2, 3 C2H4O2, 4 C3H6O4. ശ്രദ്ധിക്കേണ്ടത്, എംപരിക്കൽ ഫോർമുലയെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മോളിക്കുലാർ ഫോർമുല കിട്ടുക അല്ലേ? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെരിക്കൽ ഫോർമുല. ഈ എന്നിൻ്റെ പ്രത്യേകത എപ്പോഴും ഒരു ഹോൾ നമ്പർ വാല്യൂ ആയിരിക്കും. 1 2 3 4 പോലെയുള്ള ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും എപ്പോഴും n. അപ്പോൾ നമുക്ക് എന്നിന് പകരം എന്ത് കൊടുക്കാം? 1 2 3 4 എക്സെട്ര ഇതിലേതെങ്കിലുമൊക്കെ കൊടുക്കാം. സോ മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു എംപെരിക്കൽ ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് CH2O2. CH2O2 ഇതാണ് എംപെരിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 ഇൻറ്റു CH2O2 അപ്പോൾ എന്തായി? അപ്പോൾ നമുക്ക് കിട്ടും CH2O2 തന്നെ കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ C2H4O4 എന്ന് കിട്ടും. C2H4O4 ഇവിടെ ഇല്ല, അപ്പോൾ ഇതല്ല. പിന്നെ എംപെരിക്കൽ ഫോർമുലയിൽ ഓക്കെ ഇനിയിപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C3H2 ഇൻറ്റു 3 H6O6 ആണ് കിട്ടുക. അപ്പോൾ ഇതുമല്ല, അപ്പോൾ ഇതല്ല ഇതല്ല. പിന്നെ നമുക്ക് മൾട്ടിപ്ലൈ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും CH2O കിട്ടില്ല, കാരണം ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ എണ്ണം അവിടെ സെയിം ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക? 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ എടുക്കുക. 1 ഇൻറ്റു CH2O2. അപ്പോൾ എന്താ ആൻസർ? CH2O2. അപ്പോൾ മോളിക്കുലാർ ഫോർമുല CH2O2. ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കെമിസ്ട്രിയിലെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ ഈ ലെവലിലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ തിയറി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ലോഗരിതം ടേബിളൊക്കെ ലോഗരിതം ടേബിൾ അവർ തരും. ലോഗരിതം പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കാൽക്കുലേറ്റർ എൻട്രൻസ് എക്സാമിന് ഉപയോഗിക്കാൻ പാടില്ല.